ഇതാ നിനക്കുള്ള ഭക്ഷണം. വേണ്ട. എന്റെ അമ്മ തന്നാച്ചാ. ഞാൻ വിനയേട്ടനുമായി നമ്പ്യാരേട്ടന്റെ വീട്ടിൽ പോയി വെജിറ്റബിൾ മോഷ്ടിച്ച് അത് പാചകം ചെയ്തേ കഴിക്കുന്നുള്ളൂ. അത് നടക്കില്ല ബാല. എങ്കിൽ ഞാൻ കഴിക്കുന്നില്ല. ശരി, ആയിക്കോളൂ. പക്ഷേ ഈ സാരി നീ എനിക്ക് തിരിച്ചു തന്നില്ല. ഇന്ന് ഇതൊടുത്തേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. വിനയേട്ടന് അത്ര അത്യാവശ്യമാണെങ്കിൽ ഈ തുമ്പം പിടിച്ച് മാറി കിടന്നുറങ്ങിക്കോളൂ. നീ വീണ്ടും അപ്രിയമായ തമാശകൾ പറയുന്നു ബാല. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ച് ഭ്രാന്ത് പിടിക്കുന്നു എനിക്ക്. സിന്ധു ചേച്ചി എന്നെ ഇങ്ങനെ ആക്കിയത്. കുട്ടിക്കാലം മുതലേ എനിക്ക് എല്ലാം തരും. ഒരു ചെറിയ കളിപ്പാട്ടാണെങ്കിലും അത് എനിക്ക് തരും. അന്ന് സിന്ധു ചേച്ചിക്ക് ഒന്നുമില്ലായിരുന്നു. ഇന്ന് എനിക്കൊന്നുമില്ല, ആരുമില്ല. ബാലയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? വിനേട്ടൻ ഇപ്പൊ എനിക്ക് എന്താ തരിക? ഒരു കടലോളം വാത്സല്യം, ഹിമാലയത്തോളം സ്നേഹം മതിയോ? വേണ്ട, ഒരു പൊടിയോളം ഉള്ള എന്റെ മോഹങ്ങൾ സാധിച്ചു തന്നാ മതി. സിന്ധു ഞാനും ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി അനുകരിക്കുക എന്നുള്ളത് മോഹമല്ല ബാല, അത് അതിമോഹമാണ്. വിനേട്ടന്റെ സ്ഥാനത്ത് നിന്ന കാര്യങ്ങൾ കാണുന്നത് എന്റെ ആംഗിൾ കൂടി ഒന്ന് കണ്ടു നോക്ക്. നോക്കട്ടെ. എത്ര മനോഹരം, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. കളിയാക്കണ്ട. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, എന്റെ ആംഗിൾ കൂടി നോക്കുമ്പോ ഞാനൊരു അനാഥയാ, ആരോരും ഇല്ലാത്തൊരുത്തി. സിന്ധു ചേച്ചി വിനയേട്ടന് മാത്രം ഉള്ളതാ. വിനയേട്ടൻ സിന്ധു ചേച്ചിക്കും. എനിക്കാരാ ഉള്ളേ? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ആരാ ഉള്ളേ? എന്റെ മനസ്സ് ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ബാല. ഇന്നിപ്പോ എന്താണ് നിന്നോട് പറയേണ്ടതെന്നറിയാതെ ഞാൻ പതറിപ്പോകുന്നു. ഇന്നത്തേക്ക് എന്നെ വിട്ടേക്കൂ. നീ പോയി കിടന്നുറങ്ങിക്കോളൂ. I'm sorry if I hurt you. ഹലോ. ഞാനാ. ഉറങ്ങിയായിരുന്നോ? ഇല്ല. ബാലയോ? അവൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോയി. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു അവള്? സിന്ധു ഇല്ലാത്ത കുറവ് എനിക്ക് തോന്നാതിരിക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു അവള്. ആണോ? പാവം. വിനേട്ടാ, പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു പോവാ. എന്താ? അവളെ ദേഷ്യം പിടിപ്പിക്കരുത് വിനേട്ടൻ, ഒന്നിനും. വിനേട്ടാ, ഫോണില് ഇനി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നോട് എന്തെങ്കിലും പറയൂ വിനേട്ടൻ. എന്ത് പറയാൻ? എന്തെങ്കിലും. I love you, Sindhu. I love you so much. മതി, എനിക്ക് ഇത്രയും മതി. ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് ഇത്രയും മതി. വെക്കാൻ ഞാൻ ഫോൺ. Life is beautiful. Life is beautiful. വിനേട്ടാ, വാതിൽ തുറക്ക് വിനേട്ടാ. Life is not that beautiful. എന്നെ ഭയന്ന് വിനേട്ടൻ വാതിൽ കൊളുത്തിട്ടു അല്ലേ? അങ്ങനൊന്നുമില്ല. എന്താ ബാല? കാര്യങ്ങൾ എനിക്ക് വേറെ വിധത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് വിനേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാൻ വന്നതാ. എങ്ങനെ? ഇന്ന് കണ്ട ബാലയായിരിക്കില്ല നാളെ. എന്റെ അസുഖം മാറ്റാൻ എനിക്ക് വേറെ കുറച്ച് വഴികളുണ്ട്. ഞാൻ ആ വഴിയൊന്ന് പോയി നോക്കട്ടെ. ദാ, സിന്ധു ചേച്ചിയെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു. കെട്ടിപ്പിടിച്ച് പോയി ഉറങ്ങിക്കോളൂ. നീ സിന്ധുവിന്റെ അനിയത്തിയാണ്, അതുകൊണ്ട് തന്നെ എന്റെ അനിയത്തിയാണ്. നീ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിനക്ക് ആരുമില്ലാന്ന്, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓക്കെ, പോയി കിടന്നു വയ്ക്കാം. എവിടെ പോയിരുന്നു ഇതുവരെ? ഞാൻ കണ്ടവരോടൊക്കെ കറങ്ങാൻ പോയി. ഇതൊക്കെ നിന്റെ തമാശയാണോ അതോ വല്ല പകപോക്കലോ? ആരെ നീ തോപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിന്റെ സിന്ധു ചേച്ചിയോ, എന്നെയോ, അതോ നിന്നെ തന്നെയോ? എന്തായാലും വിനേട്ടൻ എന്താ? സിന്ധു എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു സ്വത്താണ് നീ. അത് അതേപടി എനിക്ക് തിരിച്ചു കൊടുക്കണം. എന്നെ എന്റെ വഴിക്ക് വിട്ടേര്. എന്താ ബാലേ, നിനക്ക് എന്താ വേണ്ടത് പറ.
ഞങ്ങൾ പാടാറുള്ള പാട്ട് പാടണോ? പാടാം. നമ്പ്യാരേട്ടന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോണോ? പോകാം. നിന്റെ ആഗ്രഹങ്ങൾ അവിടം വരെ മാത്രമേ ഉള്ളുവെങ്കിൽ. അച്ഛനമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു ദുഃഖം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നീ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. എവിടെ നോക്കിയോ? നീ ഒരു കാര്യം അറിയണം, പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് സൗന്ദര്യം ഉണ്ടാവില്ല. വാ. നിന്റേത് മാത്രമായിരുന്ന സിന്ധു ചേച്ചി ഇപ്പോ എന്റേത് മാത്രമാണ്. ആ എന്നോട് നിന്റെ ഉള്ളിൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പകയുണ്ട്, വെറുപ്പുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏയ്, ഇപ്പൊ നിന്റെ പ്രധാന ശത്രു നിന്റെ പ്രായമാണ്. ഇടയ്ക്കിടെ തോന്നുന്ന ഇത്തരം കൊച്ചു കോംപ്ലക്സുകളിലൂടെ ആ പ്രായം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തോൽക്കാൻ നീ നിന്നു കൊടുക്കരുത്. എന്നും എവിടെയും ജയിക്കേണ്ടവളാണ് എന്റെ ബാല. ഒരു രാത്രിയില് ഞാനും വിനയേട്ടനും ഇങ്ങനെ ഈ കട്ടിലിൽ മുട്ടിയൊരുമി കിടന്നുവെന്ന് സിന്ധു ചേച്ചി വരുമ്പോ ഞാൻ പറഞ്ഞോട്ടെ? പറയണം, പറയണം. പക്ഷെ അതിനു മുൻപ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കൂടെ നീ പറഞ്ഞേക്കണം. എന്താ അത്? നീ തല നിറയെ പൂവച്ച് ഒരു നവവധുവായി ഇറങ്ങിപ്പോകുന്നത് കാണുക എന്നത് സിന്ധുവിന്റെ ഏറ്റവും വലിയ മോഹമാണ്. സിന്ധു അത് കാണുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ മോഹമാണ്. We love you, Bala. We love you a lot. വിനേട്ടാ, നാളെ സൂരജിന്റെ പ്രോഗ്രാം കാണാൻ എന്നെയും കൊണ്ടുപോവോ? Sure. എന്താ? എന്തോ ഒരു ശബ്ദം. എന്ത് ശബ്ദം? ഹലോ സർ, ഞാൻ രാജമണിക്കരാ. ആ രാജൻ, പറഞ്ഞോളൂ. സർ, സൂരജ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എപ്പോ? ഇന്നലെ രാത്രിയില്. ഇപ്പൊ ഹോസ്പിറ്റലുണ്ട്. സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്ത് പറ്റി വിനേട്ടാ? വിനേട്ടാ, എവിടെ പോണു? എന്താ കാര്യം? സൂരജ് ഹോസ്പിറ്റലിലാണ്. എന്നോട് ക്ഷമിക്കണം സാർ, ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സാറിനെ ഓർത്തെങ്കിലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനിനി ഇങ്ങനെ കാണിക്കില്ല. കുറെ നേരത്തേക്ക് ഞാൻ എന്നെ മറന്നുപോയി, എല്ലാം മറന്നുപോയി. പ്ലീസ് എനിക്ക് മാപ്പ് തരണം സാർ. സൂരജിനെ ഞാൻ പഠിപ്പിച്ചത്, ആടാനും പാടാനും പ്രേരിപ്പിച്ചത് ഇതിനൊക്കെ ആയിരുന്നെങ്കിൽ അതിന് കാരണക്കാരനായ ഞാൻ ആരോടാണ് പോയി മാപ്പ് ചോദിക്കേണ്ടത്? ഐ എം സോറി സൂരജ്, ഐ എം സോറി. വിനേട്ടാ. Okay. How are you now? ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ലെന്ന്. അല്പനേരം കഴിഞ്ഞ് എനിക്ക് പോകാം സാർ. ഇനി ഞാൻ എൻ്റെ അച്ഛൻ പറയുന്ന പോലെ കേൾക്കും. അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേ നടക്കും. Good. You are a good son. ഞാൻ പറഞ്ഞേ.
എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മോഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്ന ആ പാവത്തിനെ ഞാന് മരണത്തിന്റെ പടിവാതിലോളം എത്തിച്ചത്. ആ മരണം അവനെ നിസ്സാരമായി അങ്ങ് പിടിച്ചെടുത്തിരുന്നെങ്കിലോ? ആരാ ഉത്തരം പറയേണ്ടി വരിക? ഈ ലോകം മുഴുവൻ എന്നെ വെറുക്കുമായിരുന്നില്ലേ? അമ്മ, സിന്ധു, എല്ലാവരും. ഇവിടെയോ എന്തൊക്കെയോ തെറ്റുപറ്റിയിരിക്കുന്നു. ആരാ ഒന്ന് പറഞ്ഞു തരിക? സിന്ധു ഇപ്പൊ എന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. വിനയേട്ടന്റെ സിന്ധു എപ്പോഴും അരികിൽ തന്നെ ഉണ്ട്, എപ്പോഴും. ആ സിന്ധുവ പറയുന്നതെന്ന് കരുതിക്കോളൂ. വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് സംഭവിച്ചത് ഒരച്ഛന്റെ സ്വാർത്ഥത കാരണമാണ്. സൂരജ് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്നത് വിനയേട്ടനെ ജയിപ്പിക്കാനാ. അത് വിനയേട്ടൻ തോൽക്കില്ല ഒരിക്കലും, എവിടെയും. ഞാനാ പറയണേ. ശരിയാ, തോക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ല. ഞാൻ വന്നു വിനയേട്ടാ, ഞാൻ വന്നു ബാലേ. ഗേറ്റ് തുറന്ന് അകത്ത് കയറി കാറ് സ്കൂട്ടർ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഒച്ചയിട്ട് പോയി വിനയേട്ടാന്ന്. എന്താന്ന് സ്കൂളിൽ പോഞ്ഞേ? എന്താ രണ്ടുപേരും ഇങ്ങനെ? എന്താ ബാലെ? എന്താ വിനയേട്ടാ? എന്താ വിനയേട്ടാ? എന്താ വിനയേട്ടാ ഇത്? വിട്. ബാല നിൽക്കുന്നു. എന്ത് പറ്റി വിനയേട്ടാ? വിട്ടിട്ട് കാര്യം പറ വിനയേട്ടാ. എന്തിനാ എന്നെ വിട്ടിട്ട് പോയെ? വേണമായിരുന്നു, സിന്ധുവിനെ എനിക്ക് വേണമായിരുന്നു. എന്താ ബാലെ, എന്തുണ്ടായി? വിനയേട്ടന്റെ ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നെ പിന്നെ സാർ, സാറിന് സസ്പെൻഡ് ചെയ്തു. ഒരാഴ്ചത്തേക്കാ സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നേരിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ തീരുമാനം പറയൂ. സാറിന് അവർ പറഞ്ഞുവിടുന്ന തോന്നുന്നത്. അങ്ങനൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് വന്നേ. ഞാൻ പോയി കഴിഞ്ഞ് എന്തൊക്കെയുണ്ടായേ? ഒന്നും വിടാതെ പറയണ എന്നോട്. എന്താ പറയില്ലേ നീ? പറയാം. ആദ്യം താനിവിടെ ഇരി. പറ. ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ ഇത്തിരി നേരം? പറ ബാലേ. പറയാം, എല്ലാം പറയണം എനിക്ക്. പക്ഷേ താങ്ങാനുള്ള കരുത്തുണ്ടാവോ തനിക്ക്? സർ, വൈസ് പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിപ്പിച്ച് പറയായിരുന്നു. എവിടെയെങ്കിലും വെച്ച് സാർ മാഡത്തിനെ ഒന്ന് കാണണം. കാണാം. നിങ്ങൾ പോകും. സർ, സാർ ഫൈറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും സാർ ഫൈറ്റ് ചെയ്യണം. എല്ലാം നന്നായിട്ട് വരൂ. ഓക്കെ.